ലോകത്ത് എവിടെ വേണമെങ്കിലും വീട് വെക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. അദ്ദേഹം പക്ഷെ തീരുമാനിച്ചു, എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് എനിക്കൊരു അടി പോലും മാറി നിൽക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ ഉമ്മയ്ക്ക് അരികിലേക്ക് എത്താൻ വേണ്ടി, ഉമ്മയുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം വെച്ച വീടാണ് ഹദീക്ക. മൈജി ഷാജിക്കയുടെ ഹദീക്കയിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. വെൽക്കം ടു ഹദീക്ക. താങ്ക് യു. ഹദീക്ക എന്ന് പറയുമ്പോൾ ഗാർഡൻ. അതെ അതെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയല്ലേ? ഉമ്മയുടെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് വേറെ ഒരു സ്ഥലത്തും പോവാണ്ട് ഇവിടെ ഉണ്ടായിരുന്ന തറവാട് വീട് പൊളിച്ചിട്ട് വീട് പണിത ഒരാളാണ്. അതെ അതെ. ഉമ്മയാണ് നമ്മുടെ എല്ലാം. അപ്പോൾ ഉമ്മയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ നിൽക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീട് ഉമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത്. കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആൻഡ് ക്യൂറേറ്റഡ് പീസ് ഓഫ് ആർട്ട് എന്നാണ് ഈ വീട് കണ്ട ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആർട്ടും ക്രാഫ്റ്റും കഥകളും കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. പറയാനൊക്കെ റെഡിയാണോ? കഥകൾ പറയാനുണ്ടോ? സാധാരണ ഒരാളൊരു വീട് വെക്കാന്ന് പറയുമ്പോൾ ഒരു വർഷമാകുമ്പോൾ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ എങ്ങനെയെങ്കിലും കയറി താമസിക്കണം, വീടൊന്ന് തീർത്താൽ മതി എന്നാണ്. പക്ഷെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഇക്ക 4 കൊല്ലത്തിന് മേലെ എടുത്തിട്ടാണ് ഈ വീടിന്റെ പണികൾ ചെയ്തത്. ശരിക്കും അങ്ങനെയാണോ? ശരിക്കും 2019 ഞാനൊരു വീട് ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. അപ്പം ആ സമയത്ത് ഉമ്മച്ചിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു വീട്. എൻ്റെ തറവാട് ഇവിടെ ആയിരുന്നു. അപ്പം ആ തറവാട് എനിക്ക് മാറ്റി പുതിയൊരു വീട് ഉണ്ടാക്കണമെന്ന് ഉമ്മച്ചിക്കാണ് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറേ ഡിസ്കഷൻ നടത്തി. അങ്ങനെ ഞാനും ഫാമിലിയായിട്ട് കുറേ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്കൊരു ഏകദേശം ഒരു രൂപ ഉണ്ടായിരുന്നു ഞങ്ങൾ വീടിനെ പറ്റിയിട്ട്. 2020 അത് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കി. ഞങ്ങളെ പ്ലാനും കാര്യങ്ങളും ഞങ്ങളെ മനസ്സിലുള്ളതൊക്കെ ഓഗസ്റ്റിലാണ് ഞങ്ങൾ ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നത്. 4.5 വർഷം എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഒരു ദിവസം പോലും പണി നിർത്തിയിട്ടില്ല. കോവിഡ് സമയത്ത് പോലും കണ്ടിന്യൂസ് വർക്ക് എടുത്തിട്ടാണ് 4.5 വർഷം കൊണ്ടാണ് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയത്. ഈ വീട് ഇതിനെക്കുറിച്ച് നമ്മൾ ആർക്കിടെക്റ്റിന്റെ അടുത്ത് പറയുമല്ലോ, അപ്പം നമ്മുടെ മനസ്സിലൊക്കെ കാണുമല്ലോ ഇതിന് ഇന്ന തീമായിരിക്കണം, ഇന്ന ഇതൊക്കെ വേണമെന്ന്. ഏറ്റവും പ്രത്യേകമായിട്ട് വീടിന് വേണ്ടി പറഞ്ഞ എന്തൊക്കെയാ? കാരണം ഇവിടെ നിന്ന് ദൂരോട്ട് പോകാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ ഉണ്ടാക്കിയ വീടാന്ന് ഞാൻ കേട്ടതുകൊണ്ടാണ് ചോദിക്കണേ. എന്തൊക്കെ വേണമെന്നാ പറഞ്ഞത്? ഞാൻ ഒരുപാട് തിരക്കുള്ള ആളാണല്ലോ, അപ്പം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പം വീട്ടിൽ വളരെ കുറച്ച് സമയം മാത്രമേ കുറേ കാലങ്ങളായിട്ടുള്ളൂ. അപ്പം എനിക്ക് ആ വീട് നിർമ്മിക്കുന്ന സമയത്ത് ഓരോ ആംഗിളിലും ഒരുപാട് ഐഡിയാസും എന്താ പറയുക, ഞങ്ങളെ ഫാമിലിയായിട്ട് ഇരിക്കാനും എനിക്ക് ഇവിടുന്ന് വിട്ടു പോകാൻ, അല്ലെങ്കിൽ ഞാൻ പുറത്തോട്ട് പോകുന്ന സമയത്ത് കൂടുതലും വീട്ടിലേക്ക് ആകർഷിക്കപ്പെടണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഏരിയകളും അങ്ങനെയാണ് ഇതിനു വേണ്ടി സെറ്റ് ചെയ്തത്. കാരണം ഏത് ഏരിയയിൽ പോയി ഇരുന്നാലും എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ഐഡിയാസ് കിട്ടണം. ആ ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പല ഏരിയകളിൽ പല രീതികളിൽ ഇതിൽ സെറ്റ് ചെയ്തത്. എന്നെ ആദ്യത്തെ മുറി തൊട്ട് കാണിച്ചു തരാമോ? തീർച്ചയായും. കാരണം എൻ്റെ ഒറ്റ നോട്ടത്തില് കുറേ മണിക്കൂറുകളെടുത്ത് നടന്ന് കാണാനുള്ള ആർട്ട് പീസസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ ആദ്യത്തെ മുറിക്ക് എന്താണ് പ്രത്യേകത? ഈ വീട് ഞാൻ ഡിസൈൻ ചെയ്ത് എൻ്റെ ആർക്കിടെക്റ്റിനോട് പറഞ്ഞ സമയത്ത്, അപ്പോൾ ഞാൻ ഒരുപാട് ഫ്രണ്ട് സർക്കിളിലുള്ളതാണ്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ദിവസവും കാണാൻ വരും. അപ്പം എൻ്റെ ആ ഒരു ഏരിയ എനിക്കൊരു സെപ്പറേഷൻ വേണം. കാരണം ഫാമിലിക്ക് അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അവരുടെ ഒരു ഏരിയ സെപ്പറേറ്റ് വേണം. അപ്പോൾ ആ ഏരിയയിലേക്കാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ വീട് വെക്കുന്ന സമയത്ത് പറയും വാസ്തു നോക്കിയിട്ട് വേണം വീട് വെക്കാനായിട്ട്, അല്ലാണ്ട് വീട് വെക്കാൻ പാടില്ല എന്ന് പറയും. ഇപ്പൊ നമ്മൾ തറവാട്ട് വീട് തന്നെ പൊളിച്ചിട്ട് വെക്കുമ്പോൾ വാസ്തു നോക്കിയിട്ടാണോ വെച്ചത്? ഞാൻ ആ രീതിയിലേക്ക് നോക്കിയിട്ടില്ല. ഈ വീടിന്റെ കുറ്റിയടിച്ച് ആ ഒരു കർമ്മമൊക്കെ ആദ്യം ഉമ്മച്ചിയാണ് ചെയ്തത്. എല്ലാം ഉമ്മച്ചി വാപ്പിച്ചാണ് എൻ്റെ എല്ലാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യവും കാര്യങ്ങളും. അവർ പറഞ്ഞതാണ് എൻ്റെ എല്ലാം. പിന്നെ ഹൈറ്റ് ഡബിൾ ഹൈറ്റ് അല്ല, ട്രിപ്പിൾ ഹൈറ്റ് ആണ്. 36 ഹൈറ്റ് എനിക്ക് വളരെ നിർബന്ധമായിരുന്നു. നമ്മുടെ ഷോറൂമിന്റെ വിശാലത പോലെ തന്നെ എൻ്റെ വീട്ടിലേക്കും ഭയങ്കര വിശാലത വേണമെന്നുള്ള നിർബന്ധമായിരുന്നു. അതുപോലെ ഓട്ടോമേറ്റഡ് ആണ് കംപ്ലീറ്റ് എന്ന് പറയുന്നത് ശരിയാണ്? കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ്. 2 ഐപാഡിലും 2-3 ഫോണിലുമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓടുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണോ? തീർച്ചയായിട്ടും. ഞാൻ ലോകത്തിൽ എവിടെയാണെങ്കിലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഫോണിൽ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും, അതായത് ഈ കേർട്ടന് എല്ലാം ഇത് വെച്ചിട്ടാണ്? സെക്യൂരിറ്റി, ലൈറ്റ്സ്, ഗേറ്റ്സ്, ബെഡ്റൂംസ് എല്ലാം ലോക്ക് എല്ലാം. ഞാൻ അറിയാതൊരു ഈച്ച പോലും ഈ വഴി കടന്നു പോകണ്ടെന്നുള്ളതാണ്. അങ്ങനെയല്ല, ഒരു നെക്സ്റ്റ് ജനറേഷൻ ആണല്ലോ. അപ്പം മൈജി ആണല്ലോ നമ്മൾ.
നമ്മൾ ഏറ്റവും പുതിയ ടെക്നോളജി ഏറ്റവും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫേമാണല്ലോ മൈജി. അപ്പം അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മളെ വീട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് ലിഫ്റ്റ് അല്ലേ? അതെ അതെ. നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട് സ്റ്റെപ്പുകൾ കയറേണ്ട, പക്ഷെ അതിമനോഹരമായ സ്റ്റെയർ കേസ് ആണ്. ഞാൻ കയറി തന്നെ മുകളിൽ സ്റ്റെപ്പിനെ കുറിച്ച് കഥ പറയാനുണ്ട്. ആദ്യം എന്നെ കാണിക്കാൻ പോകുന്ന ബെഡ്റൂം ഏതാണ്? ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. അതെ, ഈ ഫോറിൻ വീട്ടില് 6 ബെഡ്റൂം ആണുള്ളത്. എനിക്ക് 3 കുട്ടികളാണ്. പിന്നെ ഉമ്മച്ചി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഒരു ഗസ്റ്റ് ബെഡ്റൂം. അങ്ങനെ 6 ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. അതിൽ എൻ്റെ ബെഡ്റൂം ആദ്യം കാണിച്ചു. ഈ ബെഡ്റൂം ഫോറിൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഒരു ബെഡ്റൂമാണ് എന്ന് പറയുന്നത് ശരിയാണ്? കണ്ടു നോക്കിയിട്ട് പറയാം. ഇവിടെ ബെഡ്റൂമിന്റെ ഈ ഡോറ് തേക്കിന്റെ ആണെന്ന് ഞാൻ അനുമാനിച്ചാൽ അത് ശരിയാണോ? തീർച്ചയായിട്ടും അനുമാനിക്കേണ്ട, തേക്ക് തന്നെയാണ്. ഇതെല്ലാം ഇവിടുന്ന് പണിതാണ്. ഇത് നിലമ്പൂര് നമ്മളെ കാട്ടിലെ തേക്കാണ്. ഒരു 10-70 വർഷം പഴക്കമുള്ള. ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് ഇവിടുത്തെ വിൻഡോ എല്ലാം ഭയങ്കര ഹൈറ്റിലാണ്. ഒറ്റത്തടി തേക്കിൽ ഒരുപാട് നീളമുള്ള വലിയ, അതായത് ഒരുപാട് വർഷം പഴക്കമുള്ള തേക്കുകൾ അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ വീടിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് കണ്ണാടികളാണ്. അതായത് പല തരത്തിലുള്ള കണ്ണാടികൾ എല്ലാ മുറികളിലും ഉണ്ട്. താങ്കൾ ഒരുപാട് കണ്ണാടി നോക്കാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടാണോ? ഞാൻ കണ്ണാടി നോക്കി സംസാരിക്കുന്ന ആളാണ്. എന്തു പറയും മോട്ടിവേഷൻ? നല്ല കാര്യങ്ങളും ഞാൻ കണ്ണാടി നോക്കിയിട്ട് എന്നോട് തന്നെ സംസാരിച്ച് പല ഐഡിയകളും അവർ തിരിച്ചു തരും. ഭയങ്കര പോസിറ്റീവാണ്. അതുപോലെ നിലത്തോട്ട് വരുമ്പോൾ നമ്മൾ ഈ വുഡൻ ഫ്ലോറുകൾ കണ്ടിട്ടുണ്ട് എല്ലായിടത്തും, പക്ഷെ നേരെയുള്ള വരകളാണ്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ. ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഞാൻ ഇടക്കിടക്ക് ചൈനയിൽ പോകാറുണ്ടല്ലോ. അപ്പൊ ചൈനയിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് കണ്ട ഒരു മെറ്റീരിയൽ ആണ്. അത് മനസ്സിൽ രജിസ്റ്റർ ആക്കിയിട്ട് അങ്ങനെ ഇവിടേക്ക്. അതുപോലെ ഞാൻ ഈ സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരു സീൻ ഇവിടെ ഉണ്ട്. അതായത് ഈ TV ഇത് ഇവിടെ ഇരുന്ന് കാണാൻ വേണ്ടി TV വശത്ത്, അല്ലെങ്കിൽ ഇത് തിരിച്ച് എങ്ങനെ വേണമെങ്കിലും തിരിക്കാം. തിരിച്ചോട്ടെ. അപ്പൊ രാത്രിയാണെങ്കിൽ നമുക്ക് കട്ടിലയിലിരുന്ന് കാണാൻ. അപ്പൊ ഇത് ഇങ്ങനെ വരൂലേ? കൊള്ളാലോ. ഈ താഴെ എന്താ? താഴെ ഓണാക്കണ. അത് ഓണാക്കുമ്പോ എന്ത് വരും? ഓരോന്നിനും ഓരോരോ ഫീല് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ നിന്ന് നേരെ നമുക്ക് പുറത്തോട്ട് ഗാർഡൻ ഒക്കെ കണ്ട് രാവിലെ ഇപ്പം ഒരു സ്വിച്ച് ഞെക്കുന്നു, കേർട്ടൻ തുറന്നു വരുന്നു, നമ്മൾ രാവിലെ കാഴ്ച കാണുന്നു. അങ്ങനെയാണ് ദിവസം തുടങ്ങാറ്. രാവിലെ ഈ പച്ചപ്പൊക്കെ കണ്ടിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് തുടങ്ങാം. അതുപോലെ തന്നെ എനിക്ക് ഇനി അറിയാൻ ആഗ്രഹമുള്ള കാര്യം, ഇവിടെ ഒരു നല്ല ഡ്രസ്സിംഗ് റൂം ഉണ്ടെന്നും അതിനുള്ളിൽ മനോഹരമായ ഷൂസിന്റെ, വാച്ചിന്റെ, ഔട്ട്ഫിറ്റ്സിന്റെ കളക്ഷൻ ഉണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടൽ വഴിയൊക്കെ 7 സ്റ്റാർ ഹോട്ടലിൽ കയറിയ ഫീൽ. 5 ഞാൻ തിരിച്ചെടുത്തു. അങ്ങനെയാണോ? അത്രയുണ്ടോ? ഇതിന്റെ ടൈലുകള് ഇത് ചെറുതാണ് അല്ലേ? അതെല്ലാം ടച്ചാണ്. ഇതാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ച ആ മുറി. പിന്നെ ഞാൻ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ മാത്രമാണ് ഇങ്ങനെ ഒരു വാക്ക് ഇൻ വാർഡ്രോബ് ഇത് ക്ലോസിറ്റ് ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ടുള്ളത് കേട്ടിട്ടുള്ളൂ. ഇതിപ്പോ എനിക്കുള്ള ഷൂസിന്റെ സ്ത്രീകൾക്കുള്ള ഷൂസിന്റെ എണ്ണത്തിനേക്കാൾ കൂടുതലാണ് താങ്കളുടെ ഷൂസുകൾ ബ്രാൻഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് എല്ലാം നമ്മൾ നടന്ന് കളക്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഷൂ, ചപ്പൽ, ഷർട്ട്, വാച്ചസ് അതൊക്കെ അത്യാവശ്യം കുറച്ച് പ്രൈസിലാണ്. പക്ഷെ ഒരു പേഴ്സണൽ ഷോപ്പർ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെയല്ല, അങ്ങനെ ഒരാളുണ്ട്. മമ്മൂക്കയുടെയും ദുൽഖറിന്റെയും ഒക്കെ പേഴ്സണൽ ഷോപ്പറാണ് ഷാജിക്കയുടെ ഷോപ്പർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കൂടെ വർക്ക് ചെയ്ത ആളാണ്. ഒട്ടുമിക്ക എനിക്ക് തോന്നുന്ന എല്ലാ സെലിബ്രിറ്റി ജിഷ ശംസുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയാണ് എൻ്റെ കോസ്റ്റ്യൂം ഒക്കെ ഡിസൈൻ എല്ലാം നോക്കുന്നത്. അതുപോലെ തന്നെ ക്രേസ് ഉള്ളതാണോ വാച്ചുകൾ? അതോ വാച്ചുകൾ ഏറ്റവും കൂടുതൽ ക്രേസ് ഷൂ ആണ്. ഷൂ, ചപ്പൽ, ഷർട്ട്സ് ആണ് കൂടുതൽ. ഫേവറേറ്റ് ബ്രാൻഡ് ഏത്? ബർബറി. കൂടുതൽ പ്രോഡക്ട്സും ബർബറിയുടെ ആണ്? ഞാൻ ഷർട്ട്സ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ബർബറിയുടെ. വാച്ച് ആണെങ്കിലോ? വാച്ച് അത്യാവശ്യം എല്ലാ ബ്രാൻഡും ഉണ്ട്. കൂടുതൽ റോളക്സ് ആണ് ഉപയോഗിക്കുന്നത്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അത് IWC അല്ലേ? ഇതാണ് നമ്മുടെ ഷർട്ട് കളക്ഷൻ. ഇതെല്ലാം നല്ല മടക്കി നീറ്റാക്കി എപ്പോ വന്നിട്ടുണ്ടെങ്കിലും എടുക്കാൻ മാത്രമുള്ളത് അതെല്ലാം നമ്മുടെ പാർട്ട്ണറെ പ്രിയതമ്മയുടെ കരവരുന്നതാണ്. നമ്മുടെ എല്ലാം അത് എടുത്ത് അങ്ങനെ മാറ്റി വെക്കാനൊന്നും പാടില്ല. അത് അതേപോലെ വെക്കണം.
അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞ കെയർഫുള്ളി ക്യൂറേറ്റഡ് പീസ് ഓഫ് ആർട്ട് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പടം ഇതുപോലെയുള്ള പടങ്ങൾ ഈ വീട്ടിൽ പല സ്ഥലങ്ങളിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിനെ നമുക്ക് മനസ്സിലാവാത്ത നിഗൂഢമായ അർത്ഥതലങ്ങളിലോട്ട് സഞ്ചരിക്കേണ്ട എന്തെങ്കിലും അപ്പൊ ഈ റൂമിന്റെ തീമോ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള കളർ ഇതൊക്കെ കൊടുത്തിട്ടാണ് അങ്ങനെ. അതുപോലെ ഇതെന്താ സംഭവം? എങ്ങനെയുണ്ട് കണ്ടിട്ട്? അടിപൊളിയായിട്ടുണ്ട്. ഇതിനൊരു എന്തെങ്കിലും ഉണ്ടോ? ഈ പറന്നു പോകുന്ന മാലാഖമാരെ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു, തീനാളമൊക്കെ പോലെ. ഈ ഒരു ഏരിയ എൻ്റെ ഒരു സർക്കിൾ, കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ നാട്ടുകാരൊക്കെ എപ്പോഴും എന്നെ കാണാൻ വരുന്നതാണ്. അപ്പൊ ഫാമിലിക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആകും. അതുകൊണ്ടാണ് ഈ ഏരിയ ഇത്രയും വലുതാക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. ഇതെല്ലാം നമ്മൾ പോയിട്ട് ഓരോ ഏരിയകളിലും പുള്ളി നമ്മൾ ആർക്കിടെക്ട്സ് ആയിട്ട്, കാരണം എനിക്ക് തോന്നുന്നില്ല മറ്റൊരു വീടിന്റെ കൂടെ ഇത്രയും ദിവസങ്ങള്, കാരണം ഒരു 13-14 ദിവസം എടുത്തിട്ടുണ്ട് ചൈന മാത്രം ഇതിന്റെ പർച്ചേസിന് വേണ്ടിയിട്ട്. അപ്പം അത്രയും ദിവസം ആർക്കിടെക്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ ലൈറ്റ്സ് എടുക്കാൻ പോയിട്ടുണ്ട്. ഫർണിച്ചർ മാത്രമല്ല, പിന്നെ ഗാർഡൻ ചെടികൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുള്ളിയെ കൊണ്ടുപോയിട്ടുണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു 8-9 ദിവസം പോയിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രൈവറ്റ് സ്പേസ് എന്ന് പറഞ്ഞല്ലോ, ഈ മുറി കൂടാണ്ട് ഈ പ്രൈവറ്റ് സ്പേസിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നാൽ അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡൈനിങ് സെപ്പറേറ്റ് ഏരിയ. അവരുടെ ഫാമിലി ഡൈനിങ് വേറെ ഉണ്ട്. ഇത് അവർക്ക് വേണ്ടി, എൻ്റെ ടീമിന് വേണ്ടി ഉള്ള ഒരു ഡൈനിങ് ഏരിയ. ഇതും ഓപ്പൺ ആണല്ലേ? ഇവിടെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ പൂള് കാണാം. ഓ, നല്ല രസമായിട്ടുണ്ട്. പിന്നെ എന്റെ കണ്ണ് കൂടുതൽ ഉടക്കുന്നത് ലൈറ്റുകളിലേക്ക് ആയോണ്ട്. ഇതും ചൈന. ഇതെന്താ സംഭവം? കല്ലുകളാണ്. ഇപ്പൊ ഞങ്ങള് വന്ന സമയത്ത് തന്നെ ഒരു 3 കാറിലെങ്കിലും ആള് വന്ന് പോണ ഞാൻ കണ്ടു. ഒരുപാട് ഗസ്റ്റ് വരുന്നുണ്ട്. ഒരു ആവറേജ് ദിവസം ഈ വീട്ടില്, ഷാജിക്കയുടെ വീട്ടിൽ എന്തോരം ഗസ്റ്റ് വരാറുണ്ട്? അങ്ങനെ എണ്ണം വെക്കാറില്ല, എന്നാലും അത്യാവശ്യം ഗസ്റ്റ്. എൻ്റെ ചെറുപ്പകാലം മുതലേ, അല്ലെങ്കിൽ ഞാൻ കണ്ട് വളർന്ന മുതലേ ഇവിടെ ഉമ്മച്ചിക്ക് അതാണ് ഇഷ്ടം, ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇഷ്ടം പോലെ ആൾക്കാർ അന്നും ഇന്നും എന്നും വരിക എന്നുള്ളത് അതാണ് നമ്മളെ ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾ വന്ന ഉടനെ ഞങ്ങൾക്കും ഭക്ഷണമൊക്കെ തന്നു. ഇവിടെ എപ്പോഴും ഫുഡ് റെഡിയാണോ? അതെ, ഫുഡ് എപ്പോഴും റെഡിയാണ്. നമ്മൾ ആസ് എ പേഴ്സൺ ചേഞ്ച് വന്നിട്ടുണ്ടോ? അതായത് അന്ന് നമ്മൾ കാണുന്ന കാഴ്ചകളും ഇന്ന് കാണുന്ന കാഴ്ചകളും, അന്നത്തെ നമ്മുടെ കാഴ്ചപ്പാടും ഇന്നത്തെ കാഴ്ചപ്പാടും, അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ ഈ വലിയ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു മാറ്റമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, അങ്ങനെ ഒരു മാറ്റം വന്നിട്ടേ ഇല്ല. എൻ്റെ വീട് ഞാൻ ഇവിടെ തന്നെ വെക്കാൻ ഒരുപാട് റീസണുകളുണ്ട്. ഒന്ന്, ഞങ്ങൾ ബ്രദേഴ്സൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ഉമ്മച്ചി, ഞാനിനി എത്ര വീട് ഇനി എവിടെ വെച്ചാലും ഉമ്മച്ചി അവിടേക്ക് വരില്ല. ഉമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇവിടെ പറമ്പ്, കുറേ ആൾക്കാർ, ഉമ്മച്ചിനെ കാണാൻ വരുന്ന ആൾക്കാർ, ആ ഒരു രീതിയിലല്ലാതെ ഉമ്മച്ചി മാറാൻ റെഡിയല്ലായിരുന്നു. കാരണം ഉമ്മച്ചിക്ക് ടൗണിൽ ഫ്ലാറ്റ്, എനിക്ക് കോഴിക്കോടുണ്ട്, എറണാകുളത്തുണ്ട്, പല സ്ഥലങ്ങളും ഫ്ലാറ്റുകളുണ്ടല്ലോ. അവിടേക്കൊന്നും ഒരു ദിവസം പോലും വന്ന് ഉമ്മച്ചി നിൽക്കില്ല. അപ്പോൾ ഉമ്മച്ചിൻ്റെതായ ഒരു ലോകം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചിൻ്റെ സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തന്നെ എൻ്റെ ആ പഴയ വീട് പൊളിച്ച് ഞാനൊരു പുതിയ വീട് വെച്ചത്. അതിലൊരു കഥയുണ്ട്. ഈ വീട് പൊളിച്ച സമയത്ത് ഞാൻ ഉമ്മച്ചിക്ക് വേണ്ടി തൊട്ടപ്പുറത്ത് ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടം ഉമ്മച്ചി വെക്കുന്ന ഒരു തേങ്ങ അരച്ച കറിയുണ്ട്. തേങ്ങ അരച്ച എന്ത് കറി? മീൻകറി ഉണ്ട്. മീൻകറി. അതും ഉമ്മച്ചിയുടെ പത്തിരിയൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷെ ഇപ്പം ഉമ്മച്ചിക്ക് പറ്റാത്തതുകൊണ്ട് വൈഫ് ഇടക്കിടക്ക് ഭക്ഷണം ഉണ്ടായി തരും. സ്പെഷ്യൽ ആയിട്ട് ഏറ്റവും ഇഷ്ടം? സ്പെഷ്യൽ അവളെ ഏറ്റവും സ്പെഷ്യൽ ബിരിയാണി, മട്ടൻ ബിരിയാണി. അപ്പൊ ഇതൊക്കെ കഴിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ ശരീരം ഇത്രയും നന്നായിട്ട് കാത്തു സൂക്ഷിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം, ഒരു സംശയം ഉണ്ട് അല്ലേ? നന്നായി വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഇവിടെ ഒരു വേൾഡ് ക്ലാസ് ജിമ്മും അവിടെ ഒരു ട്രെയിനർ സ്ഥിരമായിട്ട് നമുക്ക്. അതിലൊരു കഥയുണ്ട്. കാരണം നമ്മുടെ ഹെൽത്ത്, നമ്മള് പല ആൾക്കാരും നമ്മളെ ഹെൽത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഹെൽത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഒരു കുറച്ചു കാലം ഞാനും ഇതിന്റെ ഒരു വലിയൊരു യാത്രയിലായിരുന്നു. കാരണം വലിയൊരു ഗോള് വെച്ച്, വലിയൊരു സ്വപ്നം കണ്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു യാത്രയിലായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ പോയ സമയത്ത് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും വന്നു. പിന്നെ നമ്മളത് തിരിച്ചറിഞ്ഞു, നമുക്ക് ഹെൽത്ത് നിർബന്ധമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഏരിയകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പൂള്, സ്പാ, പിന്നെ സ്റ്റീം, സോന, അതേപോലെ ജിമ്മൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള ടെക്നോളജിയിലെ സാധനങ്ങളാണ് വെച്ചത്.
എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളൊരു പീരീഡിലും കൂടി കടന്നു പോയിട്ടുണ്ടോ എന്തെങ്കിലും? അങ്ങനെയല്ല, സ്ട്രഗിൾ ഇല്ലാതെ ഒരു ബിസിനസ് ഒന്നും സക്സസ് ആക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് പാൻഡമിക് സിറ്റുവേഷൻ ഒക്കെ വന്നല്ലോ കൊറോണ ഒക്കെ സമയത്ത്. അപ്പോൾ നമ്മൾ ആ സമയത്തൊന്നും നമ്മളെ കൂടെ നിന്ന് എൻ്റെ ജോലിക്കാരെ, എൻ്റെ പാർട്ട്നേഴ്സ് എന്നാണ് പറയുക, എനിക്ക് വേറെ പാർട്ട്ണറോ ഇൻവെസ്റ്ററോ ഒന്നും. അപ്പോൾ അവരൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല, ഒക്കെ കൂടെ പിടിച്ച് നിർത്തി. അവരൊക്കെ വലിയൊരു സപ്പോർട്ട് എനിക്ക് തന്നിരുന്നു. അപ്പോൾ ആ സപ്പോർട്ട്, എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ വലിയൊരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു വളർച്ച ഉണ്ടാകുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ വീടുണ്ടാക്കിയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിൽ എനിക്ക് ഈ 6 ദിവസം കൊണ്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു വീടുണ്ടാക്കിയ സമയത്ത് എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ നാട്ടുകാർ, എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നത്, അവർക്കൊരു ഭക്ഷണം കൊടുക്കണം. ആ രീതിയിലേക്കാണ് ഞാൻ 6 ദിവസം ഇതിനു വേണ്ടി ചെയ്തത്. ഈ ഒരു വീടിന്റെ കഥ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീടാണ്. കാരണം വലിയൊരു വീടാണ്, ചെറിയ വീട്, വലിയ വീടല്ല, എന്നാ ചെറിയ വീട്. ആ. പക്ഷെ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ട് എല്ലാരും കൂടി ചേർന്ന് നടത്തിയ ഒരു ഹൗസ് വാമിങ്ങും എല്ലാം കൊണ്ട് ഭയങ്കര ആകാംക്ഷയുള്ള ഒരു വീടാണ്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഷാജിക്ക ഒരു വീട് വെച്ചു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഷാജിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഈ വീടിനെ കുറിച്ചുള്ള ഏറ്റവും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഇത്തയും കൂടെ ഞാൻ ഈ വീട് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഹൗസ് വാമിങ് എങ്ങനെ നടത്തണമെന്നായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ഒരു വലിയ ഫാമിലിയാണ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഒരുമിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ നാട്ടുകാരുണ്ട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരുണ്ട്. അപ്പോൾ ഇത്രയും പേരെ എനിക്ക് ഒരുമിച്ച് ഒരിക്കലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 6 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ ഫംഗ്ഷൻ തീർത്തത്. 6 ദിവസം 6 ദിവസം. അത്രയും വലിയ സൗഹൃദ വലയവും അത്രയും ആൾക്കാരുള്ള അടുപ്പമുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളും എൻ്റെ നാട്ടുകാരും എൻ്റെ കുടുംബമൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ. അതിൽ ഒരുപാട് പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഈ നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, ഈ ഒരു ഫംഗ്ഷൻ 6 ദിവസം ഒരുപാട് ബ്ലോക്ക് ആയിരുന്നു ഇവിടെ. അത്രയും ജനങ്ങൾ വന്നിരുന്നു. ഒരു ദിവസം 14,000 പേരാണ് ഒരു സിംഗിൾ ഡേയിൽ വന്നത്. അപ്പോൾ അത്രയും റഷായിട്ടും നാട്ടുകാരുടെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരുടെ വലിയ പ്രാർത്ഥനയൊക്കെ കൊണ്ടാണ് നമ്മൾ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വന്നെന്ന് ആഗ്രഹിക്കുന്നത്. ഈ വീടുണ്ടാക്കിയ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ബാക്ക് സൈഡിന് ഇക്ക ഭയങ്കര നിർബന്ധമായിട്ടും ഇത് എന്റെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. എന്താണ് അതിന് പിന്നിലൊരു കഥ? പിന്നെ ഒന്നുമില്ല, ഞങ്ങൾക്കൊന്ന് വെറുതെ ഇരുന്ന് സംസാരിക്കാനും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കണ്ടത്. ഞാൻ എൻ്റെ ബെഡ്റൂംസിൽ നിന്ന് നോക്കിയാൽ എനിക്ക് എഴുന്നേൽക്കുന്ന സമയത്തും അതേപോലെ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ വളരെ പോസിറ്റീവ് വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത് ഞങ്ങൾക്ക് 2 പേർക്കും എൻജോയ് ചെയ്യാനും, ഇവിടെ ഒരു ഗസീബോ ഉണ്ട്, ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാനും അതിനു വേണ്ടി സെറ്റ് ചെയ്ത ഒരു ഏരിയയാണ്. ഓരോ ഏരിയകളിലും ഇതിനെ അങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പം ഓരോ ഏരിയകളിലും ഞാൻ ഇരിക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് എനിക്ക് കിട്ടണം. അപ്പം നമ്മൾ പല രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമുക്ക് പുതിയ പുതിയ ഐഡിയകൾ കിട്ടുക. അപ്പം നമ്മളെ വീട്ടിൽ ഞാനിതൊരു റിസോർട്ട് ഒരു കോൺസെപ്റ്റിലാണ്. അത് ശരിക്കും കണ്ട അങ്ങനെ തന്നെ ഇരിക്കുന്നത്. നമ്മൾ ആ ഒരു എല്ലാ ഫെസിലിറ്റിയും നമുക്ക് നമ്മളെ വീട്ടിൽ വേണമെന്നാണ്. കാരണം അതുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു സ്പായും ജിമ്മും ഒക്കെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ അതിലൊരു അതിശോക്തിയില്ല. ജിമ്മ്, സ്പാ, തിയേറ്റർ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എല്ലാം. അപ്പൊ ഈ വീട് വെക്കാൻ നേരത്തെ ഇക്ക പറയുന്ന പോലെ ഡിമാൻഡ്സ് ഒന്നും പറഞ്ഞല്ലേ, എനിക്ക് ഈ വീട് വെക്കുമ്പോൾ ഇന്ന സാധനങ്ങൾ വേണമെന്ന്? ഇല്ല, ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, പിന്നെ എനിക്കൊരു നിസ്കാര റൂം വേണം. പിന്നെ നമ്മള് ബെഡ്റൂമില് ഡ്രസ് റൂം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. അത് വേണം. കണ്ടു. പിന്നെ നമ്മളെ മോഡുലാർ കിച്ചണില് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയിട്ട് അവിടെ നിന്നൊക്കെ നോക്കിയിട്ട് ഈ വീട്ടില് 3 കിച്ചൺ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു ഡിസൈനിൽ ഒരു പ്രാവശ്യം ആ കിച്ചൺ മതി എന്ന് വിചാരിച്ചു. പിന്നെ പറഞ്ഞു അത് പോലെ രണ്ടാമത്തെ കിച്ചൺ. നമ്മളെ ആ മോഡുലാർ കിച്ചൺ തന്നെ 2 കിച്ചൺ ആയിട്ടേനു. പിന്നെ അത് ഒന്നാക്കിയത് പെട്ടെന്നൊരു ഇത് വന്നപ്പോ പിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കി. അപ്പൊ ഇപ്പൊ അതൊരു വലിയൊരു കിച്ചൺ ആയിട്ട് നമുക്ക് എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടും ചെയ്യാൻ പറ്റി. അതെ അതെ, ഞാൻ ആഗ്രഹിച്ച ഈ ബിസിനസ്സുകാരെ കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാരും പുറത്തുനിന്ന് നോക്കി കഴിയുമ്പോ ഇത്രയും ഷോറൂംസ് ഉണ്ട്,
മൈജി ഇങ്ങനെ ആയിന്ന. പക്ഷെ തുടക്കത്തിന്റെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതായത് ഈ കഷ്ടപ്പാടിന്റെ നമ്മൾ തുടങ്ങുന്ന ഒരു സ്റ്റേജ്, അത് പലരും കാണത്തില്ല. ഈ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ബിസിനസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം, വീട്ടിൽ വരാൻ സമയം കിട്ടായിക, ആര് വന്നാലും ഭാര്യയൊക്കെ പറയുമ്പോ തിരിച്ച് ചാട്ടം, ഇങ്ങനെയൊക്കെയാണ് സാധാരണ ബിസിനസ്സുകാരെന്ന്. അങ്ങനെയാണോ ഇത്തൊക്കെ നോക്കുവാണ് ഞാൻ പറയാം. രീതിയിൽ ഏതൊരു ബിസിനസ്സുകാരന്റെ പിന്നിലും നമ്മുടെ ഫാമിലിയുടെ വലിയൊരു സപ്പോർട്ട് വേണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. വീട്ടിൽ വളരെ കുറച്ചാണ്. കുട്ടികളുടെ കാര്യമൊക്കെ ഇയാളാണ് നോക്കുന്നത്. വീട്ടിലെ കാര്യങ്ങൾ ഉമ്മച്ചി ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടിയും അതിലൊരുപാട് പോസിറ്റീവ് കിട്ടുന്നുണ്ട് നമുക്ക്. അതല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രത്തോളം ഡെവലപ്പ് ആവാൻ നമുക്ക് സാധിക്കില്ല. കാരണം പലതും റെസ്ട്രിക്ഷനാണ്. പല വീടുകളിലും നമുക്ക് പോക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും ബുദ്ധിമുട്ടാണ്, അറിയാലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സപ്പോർട്ട് ഇയാളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത് എനിക്ക് ഭയങ്കര നന്നായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ദൂരെ യാത്ര ചെയ്യുന്ന സമയത്ത് പിള്ളേര് 3 പേരില്ലേ? അതെ, 3 നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് തന്നെ. ഇളയാള് 2ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ. ആരെയോ പേടി പിള്ളേർക്ക്? ഇത് ഷാജിക്ക് അധികം പുറത്താണല്ലോ, കുട്ടികൾ കൂടുതൽ അടുപ്പം ഞാനുമായിട്ടാണ്. പേടി ആരെയാ? പേടി എന്നെ തന്നെ. ഷാജിക്കാരനാണ് പേടി. അപ്പൊ ഇവര് ഈ ദൂരെ പോണ സമയങ്ങളിലെല്ലാം ശരിക്കും വീട്ടിൽ എന്തുണ്ടെങ്കിലും ഇത്തല്ലേ ഓടി നടന്നതെല്ലാം ചെയ്യേണ്ട വരാറ്. അപ്പൊ ഈ സമയത്ത് വിചാരിക്കാറുണ്ടോ, ഈ മനുഷ്യൻ ഇത്രയും കട തുടങ്ങിയില്ലേലും വേണ്ടില്ലായിരുന്നു? അത് ഇയാൾ ഒരു സമയത്ത് ഒരു 50 സ്റ്റോറൊക്കെ ആയ സമയത്ത് പറഞ്ഞു, ഇനി കട വേണ്ട, ഇത് മതി. അല്ല, അത് പിന്നെ ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ചാല്, ഓരോ ഇത് തുടങ്ങുമ്പോ ഷാജിക തിരക്കി പോയിട്ട് നമുക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സങ്കടം ഇതും വരുമ്പോ ഞാൻ പറയും, ഇത് മതി ഷാജിക്ക്, അത് മതി, ഇത് പറയും. ഡെയിലി വിളിക്കും. പക്ഷെ ഇപ്പൊ ഈ വീട് പണിത സമയത്ത് ഇപ്പൊ ഹെലിപാഡ് അടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതായത് ഇനി എന്നെ കാണാനുള്ളവർ ഇവിടേക്ക് പറന്നാണേലും എത്തിക്കോ എന്നുള്ളതില്. അല്ല, അതൊക്കെ ഒരു നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ പറഞ്ഞതുപോലെ അതൊക്കെ ആവശ്യമായിട്ട് വരും. ഇപ്പോഴത്തെ നോക്കണ്ട. ഞാൻ ഇപ്പോഴത്തെ എൻ്റെ എല്ലാ ചിന്തകളും 2025-ലല്ല, 2030-ലാണ്. ഞാൻ 2030-ൽ എവിടെ എത്തണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലെ തന്നെ താങ്കൾക്ക് ക്രേസ് ഉള്ള ഒരു കാര്യമാണ് കാർ കളക്ഷൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതല്ലേ മോന് ഗിഫ്റ്റ് കൊടുത്ത കാർ? അതെ അതെ അതെ. അവൻ UK-ലല്ലേ? അവൻ UK-ൽ IBM-ന് പഠിക്കും, ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റിന്. ഇതോടെ ഇട്ടിട്ട് പോയി. അവനൊരു ഈ ഒരു ഫംഗ്ഷന് ഒരു 10 ഡേയ്സിന് വേണ്ടി വന്നായിരുന്നു. ബിസിനസ്സിൽ വെക്കേഷനിൽ വരുന്ന സമയത്ത് ഷോറൂമിൽ നിൽക്കാറുണ്ട്, ഓഫീസിൽ ഇൻവോൾവ് ചെയ്യാറുണ്ട്. ഇഷ്ടമാണ്. നമുക്ക് ആ മറ്റേ 2 പേരെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചാലോ? ഹലോ, ഇതാണ് ബാക്കിയുള്ള 2 പേര്. ഇവള് 3ാം ക്ലാസ്സിലല്ലേ? ഇവള് 3rd സ്റ്റാൻഡേർഡ്, ഇയാള് 9th-ല്. 9th-ല്. പേരൊന്നും പറഞ്ഞില്ല. ഹീന ഫാത്തിമ. ഹീന. ഹനീന ഷാജി. ഹനീന ഷാജി. അത് ഹീന ഫാത്തിമ, ഇത് ഹനീന ഷാജി ആണോ? എല്ലാം H-ലാണ്. അത് മൂത്തയാൾ എച്ചല്ലേ? ഹാനി, ഹീന, ഹനീന, ഹദീക്ക, ഹാജിറട്ടെ. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കണ്ട, മനസ്സിലായില്ലേ? ഓ, എന്റെ ജീവിതത്തിൽ ഇവിടെയാണ് ഉമ്മ കഴിഞ്ഞ പിന്നെ ഇത്തയാണ്. ഏത് വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വണ്ടി? ഇയാൾക്ക് ഞാൻ കഴിഞ്ഞ ആനിവേഴ്സറിക്ക് മറ്റേ മിനി കൂപ്പർ, പുള്ളി അതാ ഉപയോഗിക്കുന്നത്. അങ്ങനെ ക്രേസ് ഒന്നുമില്ല, പക്ഷെ ഡ്രൈവിംഗ് ചെയ്യും. മേക്കോവർ ഗിഫ്റ്റ് തന്ന് അതുകൊണ്ട് ഡ്രൈവ് ചെയ്യും. പക്ഷെ എല്ലായിടത്തും ഇവരെ കൊണ്ട് കറക്കമൊക്കെ ഉണ്ട്. ഷാജിക ഇല്ലാത്തോണ്ട് ഞാൻ തന്നെയാണ് ഇവരെയും കൊണ്ട് മാളിലൊക്കെ കറങ്ങും. ഈ ഭയങ്കര ശാന്തരായി നിൽക്കുന്ന 2 കുട്ടികളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ പൊതുവെ 2 പേരും എപ്പോഴും വളരെ മിണ്ടാണ്ട്? ആർക്കെങ്കിലും ആള് നന്നായി ഡാൻസ് ചെയ്യും, പാടും, വരയ്ക്കും. ഇതെല്ലാം ഉണ്ട് കൂടെ. ഇളയാളോ? അയാളും ഉണ്ടല്ലോ. ഇവിടെ എല്ലാരും കൊതിക്കുന്ന പോലെ ഒരു നല്ല പൂള് നമുക്കിപ്പോ കാണാൻ പറ്റും. ഇതുപോലെ തന്നെ മസാജിനുള്ള സ്ഥലം, അതുപോലെ സലൂൺ, ഹെൽത്ത് പ്ലേസ് എല്ലാം ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു. പക്ഷെ താങ്കളെ അന്വേഷിച്ച് വീണ്ടും നമ്മൾ പോകുന്ന ഇതിന്റെ പിന്നിലൊക്കെ ഒരു കഥയുണ്ട്. എല്ലാ കഥയും ഞാനിപ്പോ പറയുന്നില്ല. അപ്പോ പിന്നെ എനിക്ക് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വിശദമായിട്ട് സംസാരിക്കാം. ഞങ്ങൾ ഇവിടെ ഇരുന്ന് വിശദമായി കണ്ട് ഇതില് കാലൊക്കെ ഇട്ടിരുന്ന് ആസ്വദിച്ചിട്ട് പോകുന്ന കാര്യമാണ് ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെയും വന്നിരിക്കാറുണ്ടോ? ഇത് ഉണ്ടാക്കിയിടൽ മാത്രമേ ഉള്ളൂ അതോ നമ്മൾ? ഞാൻ പറഞ്ഞില്ല, ഓരോ ഏരിയയും അത് നമ്മൾ ഡിസൈൻ ചെയ്ത സമയത്ത് എനിക്ക് ഓരോ ഇപ്പം മോർണിംഗ് അല്ലെങ്കിൽ നമ്മൾ സിം ചെയ്തിരിക്കുന്ന സമയത്ത്
ആ ഐഡിയാസ് വരണം നമുക്ക്. വരണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നതിനൊരു ഇത് കിട്ടണ്ടേ? അതാണ് മനസ്സമാധാനം. എങ്ങനെയുണ്ട് ഇത്രയും കണ്ടിട്ട്? അയ്യോ, കണ്ടു തീർന്നിട്ടില്ല. പക്ഷെ കണ്ടിടത്തോളം തന്നെ ഉഗ്രനായിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് പുറം പച്ചപ്പ്, നമ്മള് ഓം ശാന്തി ഹൊസനയിൽ പറയില്ലേ, പച്ചപ്പ് ഹരിതാപം. അതുപോലെ താങ്ക് യു സോ മച്ച് ഇക്ക, ഇത്രയും നേരം ഞങ്ങൾക്ക് തന്നതിന്. താങ്ക് യു. ഷാജിക്കയുടെ ഹദീക്കയിലെ തിയേറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പറഞ്ഞല്ലോ, ഈ ഒരു വീട് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് തന്നെ ഇവിടെ നിന്ന് ഒന്നിനും പുറത്തേക്ക് പോകേണ്ടി വരരുത്, വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം എന്നുള്ളതാണ്. എൻ്റെ കൂടെ വീണ്ടും ആള് മാറിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പ്രൊജക്ട് ആർക്കിടെക്ട് ആണ് ഹാഫീസ് ഫ്രം അമർ ആർക്കിടെക്ട്സ്. എന്താണ് ഈ തിയേറ്ററിന്റെ പ്രത്യേകത? ഞാൻ കേട്ടു ഇത് വൺ ഓഫ് എ കൈൻഡ് ആണ്. കേരളത്തിൽ ഇതുപോലെ വളരെ ചുരുങ്ങിയതേ ഉള്ളൂ. ഡയറക്റ്റ് ഡോൾബി സിസ്റ്റം ആണ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തത്. ഇപ്പോൾ ഡോൾബി ആയിട്ട് അറ്റാച്ച് ചെയ്ത് പോകുന്ന സിസ്റ്റംസ് ആണ്, സ്ക്രീനാണ്, അതിൻ്റെ ബാക്കി പ്രോസസ്സിംഗ് സിസ്റ്റം ഒക്കെ അതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റാണ്. ബെസ്റ്റ് ഇൻ ക്ലാസ്, ബെസ്റ്റ് ഇൻ വൺ തന്നെ പറയാം. കേരളത്തിൽ ഈ സിസ്റ്റം വളരെ കുറവാണെന്നാണ് പറയപ്പെടുന്നത്. കംപ്ലീറ്റ്ലി ഫ്രം ഡോൾബി സിസ്റ്റംസ്. അപ്പൊ തിയേറ്ററിലേക്ക് വന്നപ്പോൾ പുള്ളിക്ക് നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ട്, നിർബന്ധങ്ങളുണ്ട്. ആദ്യം ശരിക്കും കുറച്ചുകൂടി സൈസ് കുറവായിരുന്നു പുള്ളിക്ക്. അപ്പം കുറച്ചുകൂടി ഓഡിയൻസിനെ ഒക്യുപ്പൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് സൈസ് കൂട്ടിയതും. പിന്നെ സൗണ്ട് സിസ്റ്റം ഒക്കെ നമ്മളുടെ ആദ്യം മിനിമൽ ആയിരുന്നു. പുള്ളിയുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് ഏറ്റവും പ്രീമിയം എന്നുള്ള ലെവലിൽ എത്തിയത്. ഇവിടെ ഇരുന്ന് നിങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും കണ്ടോ? ഞാനാകെ എമ്പുരാന്റെ ട്രെയിലറാണ് ഇവിടെ കൂടുതൽ ഓടിയത്. ഹൗസ് വാമിംഗ് തൊട്ടേ ഇതുവരെ കാണുന്നൊക്കെ അത് തന്നെയാണ് അധികം. മൂവി ഒന്നും ഇതുവരെ വാച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ആ ട്രെയിലറിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിലറാണ് കൂടുതൽ ഓടുന്നത്. ഇത് മോന്റെ റൂമാണല്ലോ? ഹാനിയുടെ റൂം. അപ്പൊ ഇക്ക വന്നിട്ട് ഈ ഒരു റൂം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ ഡിമാൻഡ്സ് ആണ് പറഞ്ഞത്? ഹാനിക്ക് വേറെ തന്നെ ഒരു ഫീല് വൈബും വേണമെന്നാണ് പറഞ്ഞത്. പിന്നെ റൂം സ്പേഷ്യസ് ആയിരിക്കണം, പിന്നെ TV കാണാനുള്ള ഏരിയ, വാർഡ്രോബ് സ്പേസ്, ടോയ്ലറ്റ് കുറച്ചുകൂടി സ്പേഷ്യസ് ആണെന്ന് പറഞ്ഞിരുന്നു. ടബ് ഇൻകോപ്പറേറ്റ് ചെയ്തു അതിന് വേണ്ടിയിട്ട്. പിന്നെ ഓരോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ അവൻ തന്നെ ഹാൻഡ് പിക്ക് ചെയ്താണ്. ഈ ഇരിക്കുന്ന മിറർ എല്ലാം പുള്ളിയുടെ സെലക്ഷൻ? പുള്ളി തന്നെ നോക്കിയിട്ട് എടുത്താണ്. പിന്നെ പുള്ളിക്ക് പ്ലേ സ്റ്റേഷൻ ഇതില് TV കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിംഗ് എല്ലാം RGB ആണ് കൊടുത്തേക്കുന്നത്, ഗെയിമിംഗ് മോഡ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗെയിമിനനുസരിച്ചിട്ടുള്ള തീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഓട്ടോമേഷനിൽ. ഇതിന്റെയും TV കംപ്ലീറ്റ് റൊട്ടേഷൻ ആണ്. അപ്പൊ അവിടെ ബെഡിന്ന് കാണണമെങ്കിൽ ബെഡിന്ന് കാണാം, സീറ്റിംഗിലാണെങ്കിൽ ലോഞ്ചിന്ന് കാണാം. ഇങ്ങനെ മറ്റേ താഴത്തെ റൂം പോലെ തന്നെ അല്ലേ? താഴെയുള്ള സെയിം. ഓക്കെ, ഇനിയിപ്പോ ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ കിച്ചൺ ആണ്. അവിടേക്കും കൂടി സ്റ്റെയർ. ഒനിക്സ് ആണ്, സെൻസേഴ്സ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇത് തന്നെ നമ്മൾ ലൈറ്റപ്പ് ആവും. ഇതിന് താഴെ വാട്ടർ ബോഡി ആഡ് ചെയ്തിട്ടുണ്ട്. കൊള്ളാലോ. അപ്പൊ ഇത് നമ്മൾ ചെല്ലുന്ന പുറകെ ഇത് ഓഫ് ആയിക്കോളും? ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യും. നമുക്കിനി അടുക്കള കാണണം എന്നുള്ളതാണ് ആഗ്രഹം. ഓക്കെ, അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അതിന് ഡിമാൻഡ്സ് അങ്ങനെ എന്തെങ്കിലും? ഡിമാൻഡ്സ് ഉണ്ട്. നിയോ ക്ലാസിക്കൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. പാൻട്രി കുറച്ച് ലക്ഷറി ആയിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ സീംലെസ് അടുപ്പുണ്ട്, വിത്തൗട്ട് ചിമ്മണിയാണത്. കൺസീൽഡ് ആണ് ചിമ്മണി വരുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ എവിടെയാണ് എന്നെക്കാളും പറയാൻ ബെറ്റർ. ഇപ്പൊ ഈ അടുക്കളയിലോട്ട് വരുന്ന സമയത്ത് എന്ത് ഡിമാൻഡാണ് ഇക്കയുടെ അടുത്ത് പറഞ്ഞത്? എനിക്ക് ഇന്നതൊക്കെ വേണം അങ്ങനെ? ഇല്ല, എനിക്കിതാ, ഞാൻ മോഡുലാർ കിച്ചൺ എന്ന് പറയുമ്പോ എന്റെ മനസ്സിലൊരു രൂപമുണ്ട്. മോഡുലാർ കിച്ചൺ നമ്മൾ ഒരുപാട് കാണുന്നതാണ്. പക്ഷെ ഞാൻ ഈ വീടിന്റെ പണി തുടങ്ങിയപ്പോ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഓരോ മോഡൽ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അതൊക്കെ കൂടി ഒരു യോഗാക്കി എടുത്തതാണ് ഈ കിച്ചൺ. ഇവിടെ അല്ലേ കിച്ചൺ ഐലൻഡും അതെ എല്ലാം വെച്ചിട്ട് അത് നടുക്ക് സ്റ്റവ് വെക്കുന്നത്. അതന്നെ, ചിമ്മിനി ഇല്ലാത്ത പോലെ കൺസീൽഡ് വെച്ച് ചെയ്തല്ലേ? ഇവിടെ പണി നടക്കാറുണ്ടോ? ഇത് ഞാനന്ന് ഫസ്റ്റ് പാല് കാച്ചില് ചടങ്ങായിട്ട് കഴിഞ്ഞതാണ്. പിന്നെ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒന്നിങ്ങനെ പിന്നെ എന്താ പറയാ
കുക്കിംഗ് അപ്പുറത്തെ അടുക്കളയിലോട്ട്. അതെ അതെ, മെയിനായിട്ട് അപ്പുറത്തെ കിച്ചണാണ്. ഈ അടുക്കളയ്ക്ക് ചെയ്യാൻ നേരത്തെ ഒരു തീം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ, കളറോ അങ്ങനെ അതെ, എന്തെങ്കിലും? ഞാൻ വൈറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞതാ. White എല്ലാവർക്കും ഇതൊക്കെ paint അല്ലേ? ഇല്ല, എനിക്ക് വൈറ്റിനോട് ഭയങ്കര താല്പര്യമാണ്. പക്ഷെ അപ്പൊ എല്ലാരും പറയത്തില്ലേ അതില് മഞ്ഞൾ വീണ പ്രശ്നമാണ്? ഇത് ഞാൻ അങ്ങനെ വേറൊരാൾക്ക് അങ്ങനെ കൊടുക്കൂല, ഞാൻ തന്നെ എന്റെ ഒരു ലോകമായിട്ട് വെച്ചതാണ്. അങ്ങനെയല്ലേ? ഓ ശരി. ഒരു ബ്ലാക്ക് ആയിരുന്നു ആദ്യം സെലക്ട് ചെയ്തത്, ആ. പക്ഷെ അത് ഇതിൽ കണ്ടപ്പോ എനിക്കൊരു സുഖം തോന്നിയില്ല. വൈറ്റ് ആകുമ്പോ എപ്പോ നമുക്കൊരു വെളിച്ചമായിരിക്കും, ജോലി എടുക്കാൻ തന്നെ ഒരു താല്പര്യമായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്. സാധാരണ അടുക്കളയിലേക്കും വീട്ടിലേക്കും ഒക്കെ എല്ലാവർക്കും ഒന്നും കേട്ടാനായിട്ട് ഭയങ്കര സന്തോഷമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്കിത് മുഴുവൻ കാണിച്ചു തന്നതിന് ഒരുപാട് നന്ദി. ഇനി കാഴ്ചകള് ഈ വീടിന്റെ കണ്ടു തീരത്തില്ലല്ലോ, അപ്പൊ അടുത്ത സ്ഥലങ്ങളിലേക്ക് എന്നാ ഞാൻ ഇറങ്ങുകയാണ്. ഓ ആയിക്കോട്ടെ, ഒത്തിരി നന്ദി. ശരി. ഞങ്ങളിപ്പോൾ ഒരു വീട് കാണിച്ചു. ഇത് ഒരാളുടെ ഒരുപാട് വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ്. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന്റെ, അദ്ദേഹം കണ്ട സ്വപ്നങ്ങളുടെ ഒരു കൾമിനേഷനാണ്. ഇതുപോലെ സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം, ഒരു ചെറിയ വീട്ടിൽ നിന്ന് വലിയ വീട്ടിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം, ബിസിനസ്സിൽ ഉയർച്ചകൾ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു പ്രചോദനമായിക്കൊള്ളട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ഞാൻ ബൈ പറയുന്നത്. സീ യു ഓൾ.